ഹലോ. അപ്പം ഞങ്ങളെ പഴനിക്ക് പോയിരുന്നേ. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഫുഡൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ചോറൊക്കെ റെഡിയാക്കാനൊക്കെ വെച്ചു. അപ്പോൾ കുറച്ച് ഉള്ളിത്തീയലും അച്ചാറും ചമ്മന്തിയും പപ്പടവും അങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ, നമുക്കതൊന്നും ചീത്താകത്തില്ലല്ലോ. അപ്പോൾ ആ പണിയുടെ ഇടയ്ക്ക് അതൊക്കെ ചെയ്ത് വെക്കുമ്പോഴാണ് ദേ ആമിക്കുഞ്ഞ് വന്നിട്ട് നെയിൽ പോളിഷ് ഇടണം എന്ന് പറഞ്ഞ് വിളിച്ചത്. അവൾക്ക് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പോകാൻ ട്രിപ്പ് പോകലും അല്ലെങ്കിൽ കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം എന്നെ ഇങ്ങനെ പിടിച്ചിരുത്തും, അമ്മ നെയിൽ പോളിഷ് ഇട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട്. ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വള മാല അങ്ങനെയൊന്നും ആൾക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നിർബന്ധമാണ്. നെയിൽ പോളിഷ് എവിടെ കണ്ടാലും ഇല്ലാത്ത കളറാണെങ്കിൽ അവൾ അപ്പം എടുക്കും ഓടിപ്പോയി. ഞാനും ചെറുതിൽ ഇങ്ങനെയായിരുന്നു, എൻ്റെ മോളല്ലേ അങ്ങനെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ അവൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് ദേ കൈയുടെ ഭംഗിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വണ്ടിയൊക്കെ വന്നു. വണ്ടി 6 മണിക്ക് വന്നിട്ടോ, ഞാനാണ് ഇത്തിരി ലേറ്റ് ആയത് ഫുഡൊക്കെ എടുത്തോണ്ടേ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി എല്ലാവരും ഇരുന്നു. അപ്പം നമ്മൾ ആദ്യം ഇത് വാമിക്കിൻ്റെ മുടി പഠിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ട്രിപ്പ് പോകുന്നത്. പക്ഷെ നമ്മളല്ലെങ്കിലും എല്ലാ വർഷവും ഒരു തവണയെങ്കിലും പഴനിക്ക് പോയിരിക്കും. അത് എന്താണെന്നറിയില്ല, എൻ്റെ ചെറുതിലേ തൊട്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇവിടെ കയറാതെ അങ്ങോട്ട് പോണേ കേട്ടോ. അപ്പോൾ ഇത്തവണ ഇവിടെ കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ആ ഭാഗത്ത് അവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ എടുത്തത് കഴിച്ചായിരുന്നു. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഈ ഫുഡെല്ലാം എടുത്തതും ഇതൊക്കെ സെറ്റാക്കി വെച്ചത് ഞാനായതുകൊണ്ട് ഈ പിള്ളേർക്കും അച്ഛന്മാർക്കൊക്കെ വിശക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിനിടെ വീഡിയോ എടുക്കാൻ നിന്നാൽ വിശപ്പ് മൂത്ത് നിൽക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ആ സാഹസത്തിനൊന്നും നിന്നില്ല, അതായിരുന്നു സത്യം. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ പഴനി, അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാമിക്ക എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല കേട്ടോ, കാരണം ഗൗതം, ആമി, വിഹാക്ക് ഇവരെല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു മുടിയൊക്കെ പഠിച്ചപ്പോൾ. അപ്പോൾ അവനും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുതിരാങ്കേറ്റമാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ വാമിക്കിന് ചെറിയൊരു പേടിയായിട്ട്, കാരണം അവൻ ലിഫ്റ്റിൽ കയറിയാലും അവൻ കരയും, അവനിങ്ങനെ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ അവൻ അതുപോലെ ആണെന്ന് ഓർത്തിട്ട് ഇതിങ്ങനെ തുരങ്കം ഇങ്ങനെ അടഞ്ഞിരിക്കുവാണല്ലോ, അപ്പോൾ അതാണെന്ന് ഓർത്തിട്ട് വണ്ടിയിലിരുന്ന് നല്ല കരച്ചിലാണ്. അപ്പം ഞങ്ങൾ സമാധാനിപ്പിക്കും, ഇപ്പം എത്തും. അപ്പോൾ കൊച്ചു വിചാരിക്കുന്നത് എങ്ങോട്ടോ നമ്മൾ പോവുകയാണ്, ഇത് തുറക്കില്ല. ഞങ്ങൾ പറയും മോനെ ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആമിക്കും വിഹക്കും ഒക്കെ ഇപ്പം അറിയാം, കാരണം ഇങ്ങനെ നമ്മളെല്ലാ വർഷവും പോകാറുണ്ടല്ലോ. അവനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകണതേ. അപ്പോൾ അവന് ഇപ്പം 2 വയസ്സായി, പക്ഷേ അവനിപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് അതിനിടയ്ക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ആൾക്കിതറിയാത്തതുകൊണ്ട് ആളിങ്ങനെ പേടിച്ചിരിക്കുകയാണ്, ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ ഇതിങ്ങനെ വെട്ടം കണ്ടപ്പോൾ ആൾക്ക് സന്തോഷം, അയ്യോ ഇപ്പോൾ ഭയങ്കര ശരിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരി എത്തുമ്പോൾ അവിടെ വണ്ടി ഒന്ന് നിർത്തും, കാരണം അവിടെ നിന്ന് ചിപ്സും ഇതൊക്കെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ കുറേ തരത്തിലുള്ള ചിപ്സും പഴം വറുത്തതും കായ വറുത്തതൊക്കെ ഉണ്ടാവും. അപ്പം ചേച്ചി പറഞ്ഞു 2 തരത്തിലുള്ള ചിപ്സ് ഉണ്ട്. അപ്പോൾ അതെന്താ വ്യത്യാസം എന്ന് വെച്ചപ്പോഴാണ് ഒരെണ്ണം പാം ഓയിലും ഒരെണ്ണം വെളിച്ചെണ്ണയിലുമാണെന്ന്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ വറുത്തത് മതി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറി. കാണാൻ എന്ത് രസമാണല്ലേ, പാടവും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഈ കാറ്റാടി മരം കണ്ടു തുടങ്ങുമ്പോൾ നമുക്കറിയാം പഴനി എത്താറായി, അതിനുള്ളൊരു സിഗ്നലാണ്. അങ്ങനെ ഞങ്ങൾ പഴനിയൊക്കെ എത്തി. അവിടെ ചെന്ന് നമ്മൾ റൂമൊക്കെ എടുത്ത് 2 വലിയ റൂം തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, റൂമൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ അവിടെ തന്നെ മുടി പിടിക്കാൻ ആൾ വന്നു. അപ്പോൾ ഇന്ന് അടിച്ചു വെച്ച് നാളെ രാവിലെ കയറാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും അതിശയം എന്താണെന്നറിയോ, വാമിക്ക് ഒരു തരി പോലും കരഞ്ഞില്ല, അയാൾ പറഞ്ഞു ഫോണൊന്ന് കൈ കൊടുക്കണേന്ന് പറഞ്ഞു. അവൻ അതും കണ്ടിരുന്നേച്ചു. അപ്പം ഇത് കണ്ടപ്പോഴാണ് 2 വർഷം മുമ്പ് എൻ്റെ മുടിയും ഇതുപോലെ വടിച്ചിരുന്നു. ഞാനിങ്ങനെ മുടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയെങ്കിലും എൻ്റെ അമ്മ നേർന്ന വഴിപാടായിരുന്നു കേട്ടോ. പക്ഷെ ആരും അത്ര വിചാരിച്ചില്ല എടുക്കുമെന്ന്. അപ്പോൾ ഗൗതമിൻ്റെ ആമിയുടെയൊക്കെ മുഖം ഉണ്ടല്ലോ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാട്ടോ എല്ലാവരും. ഇപ്പോൾ ചേട്ടൻ്റെ മുഖം കാണാട്ടോ, ചേട്ടന് ഭയങ്കര സങ്കടം വെച്ചാൽ ഞാനവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാവരുടെ മുഖം അങ്ങ് പെട്ടെന്ന് മാറി കണ്ടോ, എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. അപ്പം ഞാനിപ്പോൾ ഈ മുടി വെടിക്കൽ കണ്ടപ്പോൾ അന്ന് ഇത് എടുത്ത വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാനതൊന്ന് എടുത്ത് നോക്കിയതാണ്.
അങ്ങനെ ഞങ്ങൾ പഴനിയിലൊക്കെ തൊഴുതിറങ്ങി കേട്ടോ. ഇപ്പം നമ്മൾ തൊഴുന്ന വീഡിയോ അവിടെ മേളിൽ കയറുന്ന ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. കുട്ടികൾക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ മേടിക്കാനുണ്ട്, അവരിങ്ങനെ കണ്ടു വെച്ചേക്കാണല്ലോ അങ്ങോട്ട് പോയ വഴിക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞ് തൊഴുതിറങ്ങിയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നല്ല അസാധ്യ വെയിലാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് കാലും പൊള്ളുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ തലവേദന എടുക്കും, അത്ര വെയിൽ. അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ നമുക്ക് കുതിരവണ്ടി കയറാം, പിള്ളേർക്കൊരു ഇതുമാകുമല്ലോ, അവരങ്ങനെ കയറിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 കുതിരവണ്ടി എടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു ഒന്ന് മൊത്തം ഒരു റൗണ്ട് അടിക്കാം, അതിന് ഒരു വണ്ടിക്ക് 300 രൂപ വെച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുതിരവണ്ടി കയറാനായിട്ട് ആദ്യം പിള്ളേരെല്ലാവരും കൂടി ഒരു വണ്ടിയിൽ കയറി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞേ പിള്ളേരെ മാത്രം ഒരു വണ്ടി വിടണ്ട, കാരണം നമുക്കറിയാൻ പറ്റില്ലല്ലോ അയാൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ. അത് മാത്രമല്ല വണ്ടിയിൽ അവർക്ക് ഇരുന്ന് ശീലമൊന്നുമില്ല, അപ്പോൾ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്താൽ നമ്മളറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 2 വലിയ ആളും 2 കുട്ടികളും, പിന്നെ ബാക്കിലത്തെ വണ്ടിയിൽ 2 വലിയ ആളും. അച്ഛൻ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ട്, അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വന്നില്ല, അമ്മമാരൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഈ വെയിലത്ത് നടക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാർ 2 പേരും റൂമിൽ തന്നെ ഇരുന്നു, ഗീതുവിൻ്റെ അമ്മയും ചേട്ടൻ്റെ അമ്മയും കേട്ടോ. അങ്ങനെ അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ 2 വണ്ടി എടുത്ത് കുതിര സവാരിയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളും ഇതിനിടയിൽ ഞങ്ങൾ ഇടയ്ക്കിറങ്ങി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വണ്ടിക്ക് പോകുമ്പോഴേ മലയ്ക്ക് ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ, പഴനി മലയൊക്കെ. അയാളിങ്ങനെ പറഞ്ഞല്ലോ ഒരു റൗണ്ട് അടിക്കാം എന്ന് പറഞ്ഞു. അപ്പം അതിങ്ങനെ ആ മല ചുറ്റിനും ഒരു റൗണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിങ്ങനെ മലയൊക്കെ കാണുന്നുണ്ടായിരുന്നു, കണ്ടോ, ഇങ്ങനെ കാണാം, അവിടെ പഴനിമല കാണാം. നേരത്തെയൊക്കെ ഫോൺ കൊണ്ടുപോകാമായിരുന്നു കേട്ടോ, അപ്പോൾ നമുക്ക് ആ മുകളിൽ നിന്നൊക്കെ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. ഇപ്പോൾ ചോറ് കൊടുക്കുന്ന ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്നേ, കാരണം താഴെ ഭയങ്കര ചെക്കിങ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ മേളിൽ ചെന്നപ്പോൾ 1-2 പേര് എടുത്ത് ഫോണൊക്കെ അവരുടെ കയ്യിൽ കണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഫോൺ എടുത്തിട്ട് അവിടെ വെച്ച് വല്ല ഫൈനൊക്കെ പറഞ്ഞെന്നാൽ നമ്മളത് അടക്കണ്ടേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എടുത്തില്ലായിരുന്നു. അങ്ങനെ സവാരിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ പിള്ളേർക്ക് അവർക്ക് കുതിരേനെ തുടരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തൊട്ടും കളിച്ചുമൊക്കെ നിൽക്കുവാണ്. അപ്പോൾ ഒന്നുകൂടി കയറി ഫോട്ടോ ഒക്കെ എടുക്കണമെന്നും പറഞ്ഞ് 2 കൂടി പിടച്ച് ഒന്നുകൂടി കയറുന്നതാണ് കേട്ടോ. അയാളെ വിടണില്ല, അയാളാണെങ്കിൽ പാവമായിരുന്നു കേട്ടോ. എടുത്തോ കുഴപ്പമില്ല, നിൽക്കാം, വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോട്ടോയൊക്കെ എടുക്കാൻ അവിടെ നിന്നൊക്കെ തന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു വിശേഷം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതെപ്പോഴും പറയാമെന്ന് വിചാരിക്കും, മറന്നു പോവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ശരി എന്നാലേ.